ദിനത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി സന്ദേശം പങ്കുവച്ച 2 സ്ലീപ്പർ സെൽ തീവ്രവാദികൾ പിടിയിൽ. സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവനായ ഗുർപത്വന്ത് സിംഗ് പന്നുവുമായി തന്നെ ബന്ധമുള്ള 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ വിവിധ നഗരങ്ങളിൽ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിലായി തന്നെ ഉന്നം വെച്ചുകൊണ്ട് പാക് ഭീകരർ അടക്കം കൃത്യമായ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുകയും ചെയ്തു. ഖലിസ്ഥാൻ ഭീകരനും അതുപോലെ നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവനുമായ ഗുർപത്വന്ത് സിംഗ് പന്നുവുമായി തന്നെ ബന്ധമുണ്ട് ഇവർക്കെന്ന് വ്യക്തമായി തന്നെ തെളിവുകൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലെ 2 അംഗങ്ങളെ ഇപ്പോൾ ഡൽഹി പോലീസാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗൂഢാലോചന മുഴുവൻ അവിടെ കാനഡയിൽ നിന്നാണ് ആസൂത്രണം ചെയ്തതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നതും. പന്നുവിന്റെ അടുത്ത അനുയായിയായി തന്നെ ഡൽഹിയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഇവരെ നിയമിക്കുകയാണ് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളുടെ അടുത്ത സുഹൃത്തും അനുയായിയുമായ വ്യക്തിയാണ് രണ്ടാമതായി തന്നെ പിടിയിലായത്. പൊതുസ്ഥലങ്ങളിൽ അവരെ ആക്ഷേപകരമായ സന്ദേശങ്ങൾ എഴുതുവാനായിരുന്നു ഇവർക്ക് ലഭിച്ച നിർദ്ദേശം. 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇരുവരെയും പ്രലോഭിപ്പിച്ചതെന്നാണ് പോലീസ് വിവരങ്ങൾ നൽകുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് ദിനത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഡൽഹിയിലെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ സമാധാനം തകർക്കുവാനും പരിഭ്രാന്തി സൃഷ്ടിക്കുവാനും ഉദ്ദേശിച്ചുള്ള വിഘടനവാദപരമായ പ്രകോപനം അവിടെ സൃഷ്ടിക്കാൻ ചില വരികൾ എഴുതി നൽകുകയും അത് അവിടെ പോസ്റ്ററായി തന്നെ പതിക്കുവാനുമാണ് ഇവർക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഡൽഹി പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുകയാണെന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ദേശീയ തലസ്ഥാനത്തെ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീഷണി മുഴക്കിയത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പന്നുവിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പഞ്ചാബിലെ അമൃത്സറിന് പുറത്തുള്ള ബാൽകോട്ട് ഗ്രാമത്തിലാണ് ഗുർപത്വന്ത് സിംഗ് പന്നു ജനിച്ചത്. അമ്മ അമർജിത് കൗർ, അച്ഛൻ പഞ്ചാബ് സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മൊഹിന്ദർ സിംഗ് ആണ്. അതേപോലെ തന്നെ ഭഗ്വന്ത് സിംഗ് പന്നു ഏക സഹോദരൻ കൂടിയാണ്. സിഖ് വിഭാഗത്തിൽ അത്ര അറിയപ്പെടുന്ന വ്യക്തി ആയിരുന്നില്ല ഗുർപത്വന്ത് സിംഗ് പന്നു. പന്നുവിൻ്റെ കുടുംബത്തിന് വലിയ ഭൂസ്വത്തും ഒരു സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായിരുന്നു. 1947 വിഭജന കാലത്ത് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ബാലക്കോട്ടിലേക്ക് കുടിയേറി പാർത്തതാണ് പന്നുവിൻ്റെ കുടുംബം. പഞ്ചാബിൽ ഉയർന്നു വന്ന വിഘടനവാദത്തെ അവിടെ വളരെയധികം തന്നെ പിന്തുണയ്ക്കുന്നതായിരുന്നു ഗുർപത്വന്ത് സിംഗ് പന്നുവിൻ്റെ രാഷ്ട്രീയം. സ്വതന്ത്ര സിഖ് രാഷ്ട്രീയത്തിനായി തന്നെ വാദിച്ചുകൊണ്ട് ഖലിസ്ഥാൻ ആശയത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. തുടർന്ന് ഖലിസ്ഥാൻ വിഘടനവാദത്തിൻ്റെ വ്യക്തമായി തന്നെ മാറുകയും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ സ്ഥാപക അധ്യക്ഷനാണ് പന്നുവൻ. സ്വതന്ത്ര സിഖ് രാഷ്ട്രം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ തന്നെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിനാൽ തന്നെ മുൻപന്തിയിലുള്ള പന്നുവിൻ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ മനുഷ്യാവകാശ ലംഘനം ആരോപിച്ചുകൊണ്ട് തുടർച്ചയായി തന്നെ ചില കേസുകൾ നടത്തിവരുന്നതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.